ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾക്കുള്ള കഴിവുകളെ വെച്ച് എന്തിൽ വേണമെങ്കിലും പങ്കെടുത്തോ. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. കേട്ടല്ലോ, അച്ഛൻ, അമ്മ, മുത്തശ്ശി 3 പേരും കട്ടയ്ക്ക് നമ്മുടെ കൂടെയുണ്ട്. സോ ഇനി തർക്കങ്ങളൊന്നും വേണ്ട. സർക്കാരിന്റെ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. ഗവൺമെന്റ് തന്നെ ഇതൊരു അഭിമാന പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ അഭിമാന പദ്ധതിയാണ് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. നവീൻ, കൺഗ്രാറ്റ്സ്. ഇത് പത്രത്തിലും ടിവിയിലൊക്കെ വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. മിക്കവാറും ഇന്നോ നാളെയോ ഗവൺമെന്റ് ഇത് ഔദ്യോഗികമായി അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വാർത്തകളുടെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും. നന്നായി മോനെ, ഇത്രയും വലിയ കാര്യങ്ങള് നിന്നെ തേടി വരുന്നുണ്ടല്ലോ. ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. സത്യത്തില് ഗവൺമെന്റ് ഈ പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയല്ല. സ്നേഹഭവനത്തിന്റെ ഐഡിയയും എന്റേതല്ല. നമ്മുടെ വീട്ടിലെ മറ്റൊരാളുടെ ഐഡിയ. അതാണ് ഈ സർക്കാർ അംഗീകരിച്ചത്. അതാരാ? ഇങ്ങനെ വേറൊരാള്? നീ എന്തെങ്കിലും കാണിച്ചതാണോ? ഇല്ല. അയ്യോ അമ്മായി, ഒരു മണ്ടത്തരം സർക്കാർ അംഗീകരിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കീർത്തിയുടെ അടുത്ത് ചോദിക്കണ്ട. മുത്തശ്ശി, ഗവൺമെന്റ് അംഗീകരിച്ച ഈ ഐഡിയ ഗാഥയുടേതാ. ആഹാ, ഗാഥ, കൺഗ്രാറ്റ്സ്. മുമ്പ് ഞാനൊരു സ്ഥലം കാണിച്ചെന്ന് അവിടെ എന്ത് പ്രൊജക്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ വയസ്സായ ആളുകൾക്ക് വേണ്ടി ഒരു സ്നേഹഭവനം ഒരുക്കണമെന്നുള്ള കാര്യം താൻ പറഞ്ഞില്ലേ? അത് തന്നെയാ ഞാനിപ്പോ ഗവൺമെന്റിന്റെ മുന്നിൽ പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തത്. സോ ദിസ് ഈസ് യുവർ പ്രൊജക്ട്. വേണ്ട വേണ്ട, അതിന്റെ ബഹുമതിയൊന്നും എനിക്ക് തരണ്ട. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് ചെയ്തിട്ടാ? എന്റെ മനസ്സിൽ തോന്നിയ എന്തോ പൊട്ടത്തരം ഞാൻ നവീനോട് പറഞ്ഞു. നവീനത് വേറെ എന്തൊക്കെയോ ആക്കി എഴുതി കൊടുത്തു. അല്ലാതെ ഗവൺമെന്റ് എന്താ എന്നെ അംഗീകരിക്കാൻ പോവാണോ? അത് തന്നെ, ഗവൺമെന്റ് അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അമ്മായിയേ, ഗവൺമെന്റ് അംഗീകരിക്കാന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നുമില്ല. പറ്റിയാലേ നാളെ പത്രം വരുമ്പോ നോക്കിക്കോ. കാളമാടത്തിന്റെ പേരായിരിക്കും മുഴുവൻ ഉണ്ടാവുക. ആ, നവീൻ, അതൊന്നും വേണ്ട കേട്ടോ. വേണം. അത് മാത്രമല്ല, ഈ പ്രൊജക്ടിന്റെ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അവർക്ക് കുറെ സംശയങ്ങൾ കൂടെ തീർക്കാനുണ്ട്. ആ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടതും താനാ. ഞാനില്ല, എങ്ങോട്ടുമില്ല. എടോ, ഇതെന്റെ ഭാര്യയുടെ ഐഡിയ ആണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. താൻ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിലേ അതെനിക്ക് കുറച്ചില്ല. മാത്രമല്ല, ഇത്രയും വലിയൊരു ഭാഗ്യം നമ്മുടെ കമ്പനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം പറയാൻ മോക്ക് സാധിച്ചെങ്കില് അത് മറ്റുള്ളവരുടെ മുന്നില് വിശദീകരിക്കാനും മോളെ കൊണ്ട് കഴിയും. അവന്റെ കൂടെ ചെല്ലാന്ന് സമ്മതിക്കും മോളെ. കണ്ടില്ലേ, അവനെ ലോകം കീഴടക്കിയവനെ പോലെ വന്ന് നിൽക്കുന്നത്. അത് ശരിയാ കേട്ടോ. ഗാഥാമാടത്തിന്റെ പദ്ധതി അവര് കൈയടിച്ച് അഭിനന്ദിച്ചപ്പോ സാറിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്തൊരു അഭിമാനമായിരുന്നു അറിയോ? അത് ഭാര്യയോട് സ്നേഹവും ഭാര്യയെ കുറിച്ച് അഭിമാനം ഉള്ളതുകൊണ്ട് തന്നെയാ. ആ, അതെ മോളെ, ഇനി ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നവീൻ നിനക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ നവീന്റെ കൂടെ പോയേ പറ്റൂ. മാത്രമല്ല, പെൺകുട്ടികൾ ഇങ്ങനെ അടുക്കളയിൽ അടച്ചുമൂടി കിടക്കേണ്ടവരാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല. മോൾക്കുള്ള കഴിവുകളെ വെച്ച് എന്തിൽ വേണമെങ്കിലും പങ്കെടുത്തോ. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. കേട്ടല്ലോ, അച്ഛൻ, അമ്മ, മുത്തശ്ശി 3 പേരും കട്ടയ്ക്ക് നമ്മുടെ കൂടെയുണ്ട്. സോ ഇനി തർക്കങ്ങളൊന്നും വേണ്ട. സർക്കാരിന്റെ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. അതിനു മുമ്പ് അവര് നമ്മളെ മീറ്റ് ചെയ്യും. പ്രൊജക്ട് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അവരോട് മറുപടി പറയുന്നത് ഗാഥ നവീനായിരിക്കും.
ഓക്കെ അല്ലേ മാണിക്കുഞ്ഞ്? പിന്നെ അല്ലാതെ ഗാഥാമാടം മനസ്സറിഞ്ഞൊന്ന് ഇറങ്ങിയാലുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഗവൺമെന്റിന്റെ മുഴുവൻ പ്രോജക്റ്റും നമ്മളെ കയ്യിലേക്ക് ഇങ്ങ് പോരുന്നേ. ആ മോളെ, അമ്മ എന്തിനാ ഇങ്ങ് പോന്നേ? അവിടെ നിന്ന് കഥ മുഴുവൻ കേൾക്കായിരുന്നില്ലേ? സന്തോഷ പ്രകടനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ലേ? എടുത്തുയർത്തുന്നതും കറക്കുന്നതും ഒക്കെ എന്റെ കൺമുന്നിൽ വെച്ചാ. നവീനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ മറ്റൊരാൾ എന്റെ കൺമുന്നിൽ വെച്ച് അനുഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. എങ്കി ഒരു കാര്യം ചെയ്. നവീൻ എന്തോ ഒരു കഥ പറയുന്നുണ്ടല്ലോ, അവൾ എന്തോ വലിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു, അത് ഗവൺമെന്റ് അംഗീകരിച്ചു എന്നൊക്കെ. അതിന്റെ പിന്നാലെ അങ്ങ് കൂടാ. നീ ഇത് വിശ്വസിച്ചോ? അവൾക്ക് എവിടുന്നാ അങ്ങനത്തെ ഒക്കെ ഐഡിയ കിട്ടുന്നേ? ഐഡിയ ഉണ്ടാക്കിയത് നവീൻ തന്നെ ആയിരിക്കും. എന്നിട്ടത് സർക്കാർ അംഗീകരിച്ചു എന്നറിഞ്ഞപ്പോ അവള് വാശി പിടിച്ചു കാണും അവളുടെ പേര് പറയാൻ. നവീൻ അതിനൊക്കെയുള്ള ബുദ്ധിയുണ്ട്. പക്ഷേ സിത്താരയുടെ മകൾക്കതില്ല. അവൾക്കൊട്ടും ബുദ്ധിയില്ലാന്നൊന്നും പറയണ്ട. അവളുടെ ബുദ്ധി ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഒരു വാക്കിൽ നീ അവളെ തള്ളിപ്പറയും, അടുത്ത വാക്കിൽ നീ പുകഴ്ത്തും. എന്താ ഇതിനൊരു സ്ഥിരതയൊന്നുമില്ലേ? സ്ഥിരതയില്ലാത്തത് അമ്മയ്ക്കാ. അമ്മ പറഞ്ഞത് എന്തെങ്കിലും നടപ്പിലാക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അമ്മ പ്രയത്നിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത്. എന്തൊക്കെ ചെയ്തു നോക്കി, എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തി. സാരമില്ലടി മോളെ, അവസരങ്ങള് നമ്മുടെ മുന്നിൽ നിന്ന് ഇതുവരെ മാറിപ്പോയിട്ടില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ജയിക്കും. അന്ന് സിത്താരുടെയും മകളുടെയും അഹങ്കാരം മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള സകലരുടെ അഹങ്കാരം തീർക്കും നമ്മൾ. നോക്കിക്കോ.